ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരമാണ്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്, അതുപോലെ തന്നെ തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർക്കുന്നത് 1.5 കപ്പ് റാഗിപ്പൊടിയാണ് കേട്ടോ. പൊതുവേ നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ റാഗിയൊക്കെ കുറുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കില്ലേ. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ പലഹാരമായിട്ട് കൊടുത്താൽ മതി, അവരത് ഇഷ്ടപ്പെട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഇങ്ങനെ നെയ്യൊക്കെ ചേർത്തിട്ട് റാഗി റോസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയായി വരുന്ന സമയത്ത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുതേ. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ പൊടിയൊക്കെ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മുടെ ഈ റാഗിയൊക്കെ നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു പലഹാരത്തിലേക്കുള്ള ചെറിയൊരു മിക്സ് കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1 ടീസ്പൂൺ നെയ്യാണേ. ഈ ഒരളവിൽ തന്നെ നെയ്യൊന്നും ചേർക്കണം എന്നില്ല. നെയ്യുടെ അളവ് കുറച്ച് കൂടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതിനെ വെച്ചും കുറവായിട്ട് ചേർക്കരുതേ. നെയ്യൊക്കെ നല്ലപോലെ ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോഴാണ് കഴിക്കാനായിട്ടൊന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1.5 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർക്കണുണ്ട്. നമ്മൾ എത്രയാണോ റാഗിപ്പൊടി എടുത്തത് അതേ അളവിൽ തന്നെ തേങ്ങ ചിരകിയതും കൂടെ ഒന്ന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണേ. തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഒത്തിരി കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഈ തേങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ഈ തേങ്ങയിലെ വെള്ളമൊക്കെ പോയിട്ട് ചെറുതായിട്ട് ഷെയ്ഡൊക്കെ മാറി തുടങ്ങണ പാകമില്ലേ, അതുവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഈ സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്താൽ മതി. 5-6 മിനിറ്റൊക്കെ സമയം എടുക്കുവേ നമുക്കിത് കറക്റ്റ് പാകമായി കിട്ടാനായിട്ട്. തേങ്ങയൊക്കെ ഇതുപോലെ റോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുമ്പോൾ കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടില്ലേ. ഇത്രയും ആയാൽ മതി. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1 കപ്പ് ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത്. ശർക്കരയൊക്കെ പെട്ടെന്നൊന്ന് മെൽറ്റായി കിട്ടാനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണുണ്ട്. ഞാൻ ഈ എടുത്തിട്ടുള്ള ശർക്കരയിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങളെടുക്കണ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉള്ളതാണെങ്കിൽ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് പാനിയാക്കിയിട്ട് അരിച്ചിട്ട് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് മെൽറ്റായി കിട്ടും. ഇവിടെ നമ്മുടെ ശർക്കരയൊക്കെ നല്ലപോലെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മീഡിയം വലുപ്പമുള്ള 2 നേന്ത്രപ്പഴം കുഞ്ഞായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ല രുചിയുള്ള ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് കേട്ടോ ഇത്. നമ്മുടെ ചാനലിൽ കുറേ ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് 3-4 മിനിറ്റൊക്കെ കഴിയണ സമയത്ത് പഴമൊക്കെ നമുക്ക് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും. ഉടഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ തവി വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. നമ്മൾ പഴമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുന്നതിലും ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചെറുതായിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ട് റെഡിയാക്കുമ്പോഴാണ് കേട്ടോ. ഒത്തിരി അങ്ങ് ഉടച്ചു കൊടുക്കരുത്, ചെറുതായിട്ട് മാത്രം ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസായി കിട്ടാനായിട്ട് 2 നുള്ളു ഉപ്പും നമ്മുടെ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കണുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ചേർക്കണില്ല. 1-2 മിനിറ്റ് നേരം മാത്രം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാകും. അത് കഴിഞ്ഞാൽ ഈ ഒരു മിക്സിൽ നിന്നും കുറച്ച് ഞാനിങ്ങനെ എടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കുന്ന സമയത്ത് വെച്ച് കൊടുക്കാനായിട്ടുള്ളതാണ്. ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഫില്ലിങ് കൂടെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ല രുചി തന്നെ ഉണ്ടാവും. ഇനി ബാക്കിയുള്ള ഈ ഒരു മിക്സിലേക്ക് ചേർക്കണത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റാഗിപ്പൊടിയില്ല, അതാണേ. റാഗിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ ആദ്യമേ വെള്ളമൊക്കെ ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യാനായിട്ട് നോക്കരുതേ. അന്നേരം ചിലപ്പോൾ വെള്ളമൊക്കെ കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മിക്സാക്കി എടുക്കാനും നല്ല പാടായിരിക്കും. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. എനിക്കിത് നന്നായി മിക്സായി കിട്ടാനായിട്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടി വന്നത്.
നമുക്കിത് ഒത്തിരി തിക്കായിട്ടുള്ള മാവായിട്ടല്ല കേട്ടോ വേണ്ടത്. ഇതാ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് കുഴഞ്ഞിട്ടുള്ളൊരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഇതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ വാഴയിലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ കഴുകിയ ശേഷം ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുള്ളതാണ്. നമ്മളിത് എങ്ങനെയൊന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് ഫോൾഡ് ചെയ്തൊക്കെ കൊടുക്കണ സമയത്ത് വാഴയില പൊട്ടിപ്പോവില്ല. ഈ ഇല ആദ്യം ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കണുണ്ട്. അതിനുശേഷം ഇങ്ങനെയും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അതാണ് കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. കൂടെ തന്നെ നമ്മുടെ ഈ ഒരു റാഗി മിക്സും കൂടെ ചേർക്കുന്നുണ്ട്. ഈ റാഗി മിക്സ് ചേർക്കുന്നതിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മളെടുക്കുന്ന വാഴയിലയുടെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്കിത് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ 4 സൈഡിൽ നിന്നും ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി ഈ എക്സ്ട്രാ വരുന്ന കണ്ടോ, ഈ ഒരു ചെറിയ ഭാഗമല്ലേ, ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇത് ലോക്കായിട്ടിരുന്നോളും. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ആദ്യം മേലെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുമ്പിളപ്പൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ ഈ വെച്ച് കൊടുക്കണ ഫില്ലിംഗ് ഇല്ലേ, അത് അടിയിലായിട്ട് തന്നെ വെക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഈ വെച്ച് കൊടുക്കണ റാഗി മിക്സിൻ്റെ നടുവിലായിട്ട് വെക്കുന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ പലഹാരം കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഒട്ടും സമയമൊക്കെ ഇല്ലെങ്കിൽ നമ്മൾ ആടയൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ഇത് ചെയ്തിട്ടെടുക്കാം. പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. ഈ ഷേപ്പൊക്കെ കാണുന്ന സമയത്ത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. അപ്പോൾ നമുക്കവരെ കഴിപ്പിക്കാനും അത്ര പാടൊന്നും ഉണ്ടാവില്ല. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ സമയമെടുക്കും കേട്ടോ. ഓരോ അടുപ്പനുസരിച്ചിട്ട് ഈ ഒരു സമയത്തിലൊക്കെ വ്യത്യാസം വരാം. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് 15 മിനിറ്റാണ് കേട്ടോ സമയമെടുത്തത്. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോകട്ടെ. റാഗിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർ കഴിക്കണതും നല്ലത് തന്നെയാണ്. പക്ഷേ റാഗിക്ക് അത്ര ടേസ്റ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല മടിയായിരിക്കില്ലേ. പക്ഷേ ഇതുപോലെ പലഹാരമായിട്ടൊക്കെ നമ്മൾ തയ്യാറാക്കുവാണെങ്കിൽ ഇതിന് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതുമാത്രമല്ല, റാഗി വെച്ചിട്ടുള്ള കുറേ നല്ല ജ്യൂസിൻ്റെയും ഷേക്കിൻ്റെയും ഒക്കെ റെസിപ്പീസ് നമ്മുടെ ചാനലുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണ സമയത്ത് റാഗിയുടെ ആ ഫ്ലേവർ ഒട്ടും തന്നെ മുന്നിട്ട് നിൽക്കില്ല, കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. നമ്മൾ ഈ തയ്യാറാക്കിയിട്ടുള്ള ഫില്ലിംഗ് ഇല്ലേ, ഇതിന് കിഡിലൻ ടേസ്റ്റാണ്. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ കേട്ടോ. താങ്ക്